ഒരു പാർട്ടിയുടെ മുഖം എന്ന് പറയുന്നത് പാർട്ടി ഓഫീസുകളാണ്. എന്നാൽ അത് തന്നെ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയാൽ ആ പാർട്ടിയുടെ മുഖം വികൃതമായി എന്ന് തന്നെയാണ് അർത്ഥം. പറഞ്ഞു വരുന്നത് കേരളത്തിലെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെൻറ്റർ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള സൂചന വന്നതുകൊണ്ടാണ്. കാരണം കയ്യേറിയ ഭൂമി എന്ന് കണ്ടെത്താനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നു. അത് CPM തന്നെ സമ്മതിച്ചതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ അനധികൃത ഭൂമിയിലെ ഓഫീസ് ഒഴിപ്പിക്കുന്നതിന് മുൻപേ തന്നെ പുതിയ ഒരെണ്ണം കൂടി പണിത് വച്ചത്. കേരളം മുഴുവൻ CPM നേതാക്കൾ ഇങ്ങനെ അനധികൃതമായ ഭൂമി ഈ ഭരണത്തിൻ്റെ കീഴിൽ സമ്പാദിക്കുന്നു എന്ന വാർത്തകൾ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നാൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തന്നെ ഇങ്ങനെ കയ്യേറി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒന്നും പറയേണ്ടതില്ല. അവസാനം AKG സെൻറ്ററിൻ്റെ ഭൂമി കയ്യേറ്റം ഉറപ്പായ പശ്ചാത്തലത്തിൽ നിർണായകമായ നീക്കവുമായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തന്നെ പണി ആരംഭിച്ചിരിക്കുന്നു. സർവകലാശാലയുടെ ഭൂമിയാണ് കയ്യേറിയത് എന്നതിനാൽ ആ സർവകലാശാലയുടെ ഭൂമി മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നടപടി അനധികൃത കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു പരിപാടിക്ക് മുതിരുന്നത്. സിൻഡിക്കേറ്റ് ഇത്തരത്തിൽ അളക്കാൻ തീരുമാനിച്ചതോടെ CPM ഓഫീസിൻ്റെ കാര്യം കഷ്ടത്തിലാണ്. ചിലപ്പോൾ അനധികൃതമെന്ന് കണ്ടെത്തിയാൽ തന്നെ എന്തെങ്കിലും രീതിയിൽ അത് തീർപ്പാക്കുമായിരിക്കാം. എങ്കിലും തട്ടിപ്പ് മുതൽ അല്ലെങ്കിൽ അനധികൃത കയ്യേറ്റം അത് തെറ്റ് തന്നെയാണ്. AKGയുടെ പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന 15 സെൻറ്റ് കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറിയതാണെന്നും ഇത് ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള സർവകലാശാലയുടെ മുൻ ജോയിൻറ്റ് രജിസ്ട്രാർ ആയിരുന്ന RS ശശികുമാർ ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇതിനു പുറമെ പുറമ്പോക്കും സർവകലാശാലയുടെ സ്ഥലവുമൊക്കെ ഉൾപ്പെടെ 55 സെൻറ്റ് കയ്യേറിയിട്ടുണ്ടെന്നും ഇതും ഒഴിപ്പിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അതായത് AKG പഠന ഗവേഷണ കേന്ദ്രവും CPMും കൈവശം വച്ചിരിക്കുന്ന പുറമ്പോക്ക് ഭൂമി തിരുവിതാംകൂർ മഹാരാജാവ് സർവകലാശാലയ്ക്ക് പതിച്ചു നൽകിയതാണ്. CPMന് ഈ ഭൂമിയിൽ യാതൊരു അവകാശവുമില്ല. ഭൂമി വിട്ടുകൊടുത്ത ഉത്തരവുണ്ടെങ്കിൽ അത് ഹാജരാക്കാനും അല്ലെങ്കിൽ അത് റദ്ദാക്കാനും ഉത്തരവിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കയ്യിലൊരു രേഖയുമില്ലെങ്കിൽ റദ്ദാക്കുമെന്നുള്ളത് ഉറപ്പാണ്. അനധികൃതമായി ഇങ്ങനെ ഭൂമി കയ്യേറിയത് ഒഴിപ്പിക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഹർജി നൽകിയ ശശികുമാർ ആണെങ്കിൽ ഇപ്പോൾ പുതിയ സതീശൻ സർക്കാർ വന്നതിന് ശേഷം സിൻഡിക്കേറ്റ് മെമ്പറായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ CPM നടത്തിയ ഈ തട്ടിപ്പ് മുഴുവനായും പിടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയൊരു നീക്കവുമായി സിൻഡിക്കേറ്റ് രംഗത്തെത്തിയത്. രേഖാപ്രകാരം AKG പഠന ഗവേഷണ കേന്ദ്രവും CPMും കൈവശം വച്ചിരിക്കുന്ന പുറമ്പോക്ക് ഭൂമി തിരുവിതാംകൂർ മഹാരാജാവ് കേരള സർവകലാശാലയ്ക്ക് പതിച്ചു നൽകിയതെന്നും അതിൽ CPMന് യാതൊരു അവകാശവുമില്ല എന്ന് തെളിയാൻ പോകുന്ന സാഹചര്യത്തിൽ അടുത്ത കാലത്ത് AKG സെൻറ്റർ ഇതിന് സമീപം നിർമ്മിച്ച ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ഭൂമി തട്ടിപ്പ് CPMന് വലിയ തിരിച്ചടി തന്നെയായിരിക്കും നൽകാൻ പോകുന്നത്.